ചേട്ടാ 3-4 പാർട്സ് കൂടി മേടിക്കണം. 2 ആഴ്ചക്കുള്ളിൽ തരാം. ഇത് മതിയാവൂ? ഓ മതി. ആഹാ, എന്നൊക്കെ ഉണ്ട്. സുഖം. ചേട്ടന്റെ വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ട് കിട്ടിയപ്പോ ഇങ്ങോട്ടാ കൊണ്ടുവന്നേ. അനസേ എന്തായി? ചേച്ചി അടുത്ത ആഴ്ചത്തേക്ക് കയറാം, കുറച്ചുകൂടി പണി തീരാനുണ്ട്. തോമസ് എങ്ങനെ കഴിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു? അന്ന് ആന്റണിയുടെ ഓട്ടം പോകുന്നതിന് മുമ്പ് ഉഷയെ തോമസ് വിളിച്ചായിരുന്നു. അപ്പം പോയിട്ട് വരവേ. ടാറ്റാ. മുഴുവൻ കഴിക്കണേ. കഴിക്കാം. പിന്നെ എവിടെ ജോലിക്ക് കയറണെന്ന് അറിയാലോ, കള്ളൊന്നും കുടിച്ചേക്കല്ലേ. ഇല്ലടി. അരവിന്ദാക്ഷ സാറേ, സാറേ ഞാനിന്നൊരു പുതിയ പണി കയറുവാ. അയ്യോ സാറേ. ശരി സാർ, ഞാൻ വരാം. എന്താ? ഒന്നുമില്ലെന്നേ, പോട്ടെ മോളെ. അമ്മയെടുത്ത് കൊടുത്തേക്കണം. എന്നുണ്ടോ ചായ? ഒന്നുമില്ല അച്ഛോ. കൊച്ചു പഠിക്കുന്നുണ്ടോ നന്നായിട്ട്? ഉണ്ടച്ചോ. ഇവളുടെ മരുന്നൊക്കെ തീരാറായോ? ഈ ആഴ്ചത്തേക്ക് കൂടി ഉണ്ടച്ചോ. ശരി, പറഞ്ഞാൽ മതി, മേടിപ്പിക്കാം. അച്ചായൻ വീട്ടിലോട്ടാണ് കയറിക്കോ, ഞാനാ വിളിക്കാം. ഈ ഏഞ്ചൽ കൊച്ചിന് 2 കൊല്ലം മുമ്പ് ഒരു സർജറി ഉണ്ടായിരുന്നു, ഹാർട്ടിന്റെ ഒരു വാൽവിന്. അങ്ങ് അറ്റം വരെ പോയിട്ട് പിന്നെ രക്ഷപ്പെട്ടെങ്കിൽ പോകുന്നതാ. അന്ന് ചെന്നക്കുളത്താ ഞാനും. അവിടുത്തെ ഇടവകയിൽ നിന്ന് പിരിവൊക്കെ എടുത്ത് ഞാനാ ഓപ്പറേഷൻ സഹായിച്ചത്. പിന്നെ അവർ കൺവേർട്ട് ആവുന്നത്. ഞാനിങ്ങോട്ട് മാറിയപ്പോൾ അവരെയും കൂടെ കൂട്ടി. ഈ തോമസിന്റെ ഭാര്യയ്ക്ക് ജോലി എന്തെങ്കിലും? ഇവിടുത്തെ ഒരു റിസോർട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവൻ ഇവിടെ 1-2 കേസിലൊക്കെ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. അതാ ആൾക്കാർക്ക് അടിപ്പിക്കാൻ ഒരു മടി. ശരിയാവും. ഈ ആക്സിഡന്റ് ഉണ്ടായ അന്ന് തോമസ് പള്ളിയിലെ പണിക്ക് കയറേണ്ടതായിരുന്നു. പക്ഷേ ആന്റണി ചായന്റെ ഓട്ടം ഉള്ളതുകൊണ്ട് അവൻ ആ വഴിക്ക് വന്നില്ല. പിന്നെ റീച്ചലിന്റെ കല്യാണക്കാരി വല്ലതും തീരുമാനിച്ചായിരുന്നു? അവര് സൗകര്യമായിട്ട് ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ശരി. അങ്ങോട്ട് ഒതുക്കിയിരുന്നു. ആ ബുക്ക് പേപ്പർ എടുത്ത്
ഡോ സാർ ആ ഡ്രൈവറിനോട് വിളിച്ചേ. വാടാ, സാറ് വിളിക്കുന്നു. അച്ഛാ ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം. എങ്ങോട്ടാടാ? ലോങ് ഓട്ടോ സാറേ, മുന്നേ പറഞ്ഞതാ. നമുക്ക് ആ കപ്പേര കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കണ്ടേ? നീ വണ്ടി സ്റ്റേഷനിലോട്ട് എടുക്ക്. സാർ മിനിഞ്ഞാന്ന് മുഴുവൻ ഞാൻ ആ സ്റ്റേഷനിൽ തന്നെ ഇല്ലായിരുന്നു. നീയേ വണ്ടിയെ കയറി. ആ ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. കാലും പടിയൊക്കെ എടുത്ത് വേഗം ഇറങ്ങടോ. ഇങ്ങടെ ഇറങ്ങടോ വേഗം. സർ, മേലാത്ത ആളല്ലേ ഇങ്ങനെ റോട്ടിൽ ഇറക്കി വിട്ട? വണ്ടി എടുക്കടാ. ആന്റണിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? സാരമില്ലല്ലോ, ഞാൻ തിരിച്ച് വീട്ടിൽ പൊക്കോളാം. വേണ്ടടോ, ഞാൻ വേറെ വണ്ടി പിടിച്ചു തരാം. തോമസേ, അരവിന്ദാക്ഷൻ സാറാ, നീ പെട്ടെന്ന് മാർക്കറ്റ് താഴെയുള്ള റോഡ് വരെ ഒന്ന് വന്നേ. ഒരു ഓട്ടോ ഉണ്ട്. സാറേ, ഞങ്ങൾ പുതിയ പണി കയറുവാ. ഹാ, അത്യാവശ്യമാണ്. അയ്യോ സാറേ. എന്നാ വേണ്ട, എസ് ഐ സാറ് പറഞ്ഞിട്ട് ഞാനീ വന്നില്ലേ പുള്ളിയുടെ കഴിച്ചൂടറിയാലോ. ശരി സാർ, ഞാൻ വരാം. ആ വാ. പാവം പിടിച്ചോനാ, ഇപ്പൊ വരും. ആന്റണി, ജീപ്പ് വന്നു. എന്നാ സാറേ? എന്താടാ നീ മോന്ത ഉറപ്പിച്ചിരിക്കുന്നത്? ഒന്നുമില്ലെന്നേ. ആ ആ, ഇപ്പൊ നീ സാറിന്റെ ഓട്ടം പോ, ബാക്കിയൊക്കെ പിന്നെ. ആന്റണിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? ഇല്ല, ആ സി ഐ അത് വെച്ചങ്ങ് വലിപ്പിച്ചു. ശവത്തിനോടും ചുരുക്കേ. പിന്നെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാ പിള്ളേർക്ക് ബോഡി വിട്ടുകിട്ടിയത്. ഞാൻ പറഞ്ഞത് മറക്കണ്ട. തമ്പാനെ, കാര്യങ്ങൾ പഴയതുപോലെയല്ല. ഞാൻ നോക്കാം. പക്ഷെ എന്തിന്? വേണം. അന്ന് കാലത്ത് ആന്റണി പുറപ്പെട്ടത് എൻ്റെ അടുത്തേക്ക്. പക്ഷെ അവൻ ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല. എന്ന് വെച്ചാ നിങ്ങളുടെ സ്റ്റേഷൻ പരിധി വിട്ടു പോയിട്ടില്ല. ജനുവരി അവസാനം ആകുമ്പോഴത്തേനും ആൻ്റണിയുടെ ആണ്ടും തികയും. അപ്പം നമുക്ക് ഫെബ്രുവരിയിലേക്ക് ആലോചിക്കാം. 6 മാസമുണ്ട്. എന്നാ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പോട്ടെ മോളെ. ശരി അമ്മേ. ശരി എന്നാ കാണാം. പോവാണേ.